ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ചാൽ ഇന്നത്തെ മത്സരം നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് LSTM ഉള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ നിങ്ങൾ ആരൊക്കെ പിക്ക് ചെയ്യണം, ആരൊക്കെ അവോയ്ഡ് ചെയ്യണം, അതുപോലെ കുറച്ച് വെൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. സോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ടീം ക്രിയേറ്റ് ചെയ്യണം, ആരൊക്കെ ഇന്നത്തെ ടീമിൽ നിന്ന് അവോയ്ഡ് ചെയ്യണം, ആരൊക്കെ ഇന്നത്തെ ടീമിൽ നന്നായി കളിക്കാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ ഒരു നല്ലൊരു ഐഡിയ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ഗ്രൂപ്പിലോട്ടും ജോയിൻ ചെയ്യുക. കാരണം ഇവിടെയാണ് നമ്മൾ ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുള്ളത്. സോ ഇതുവരെ ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ കൊൽക്കത്ത വേഴ്സസ് LSTM മത്സരം നടക്കുന്നത് ഏപ്രിൽ 14 എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു. കൃത്യം 3:30 കേട്ടോ. അപ്പോൾ ഈ ഒരു ഇന്നത്തെ ദിവസം 2 മത്സരമുണ്ട്, സൺഡേ ആയതുകൊണ്ട് 2 മത്സരമുണ്ട്. ഈ ഒരു മത്സരം നടക്കുന്നത് ഏഡൻ ഗാർഡൻസ്, കൊൽക്കത്തയിലുള്ള കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ട് ഏഡൻ ഗാർഡൻസിലാണ് ഈ ഒരു മാച്ച് നടക്കുന്നത്. ഈ ഒരു പിച്ച് റിപ്പോർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് റീസെന്റ് ആയിട്ട് നടന്ന ഒരു പെർഫോമൻസ് തന്നെ നമുക്ക് നോക്കാം. അതിനുശേഷം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച പിച്ച് റിപ്പോർട്ടും ഒരുപാട് വെബ്സൈറ്റിൽ നിന്ന് കളക്ട് ചെയ്ത ഡാറ്റാസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു റിപ്പോർട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് റീസെന്റ് നടന്ന പെർഫോമൻസ് തന്നെ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാം. നമ്മുടെ കൊൽക്കത്ത ചിദംബരം ഓക്കെ, ഇതെവിടെ? കൊൽക്കത്ത ഇല്ലേ? എന്തുവാടേ ഇത്? കൊൽക്കത്തയിൽ കളിച്ചില്ലേ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 1-2 മത്സരം കണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നതാ. അതോ ഫസ്റ്റ് നടന്നൊരു മത്സരം തന്നെ കേട്ടോ. മാർച്ച് 23 നടന്നതാണ്. 7:30 നടന്നത്. ഈ ഒരു മത്സരം നോക്കുന്ന സമയത്ത് 208 റൺസാണ് നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എടുത്തത്. സെക്കൻഡ് ബാറ്റിംഗ് സൺറൈസേഴ്സിനായിരുന്നു. 204 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ. ചേസിങ് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ഓപ്പൺ ബാറ്റ്സ്മാനായ നമ്മുടെ ഫിലിപ്സ് ആർട്ടും പിന്നെ അതുപോലെ തന്നെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനായ റംദീപ് സിംഗ് ഒക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ആൻഡ്രെ റസൽ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ആ മത്സരം കാഴ്ചവെച്ചത്. ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് ചെയ്ത ടീം നട്രാജ് 3 വിക്കറ്റ്, പാറ്റ് കുമിൻസ് 1 വിക്കറ്റ്, മായം മാർക്കണ്ട് 2 വിക്കറ്റ്, 4 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും 2 വിക്കറ്റ് സ്പിന്നേഴ്സും ആണ് ഈ ഒരു ഫസ്റ്റ് ഇന്നിംഗ്സിൽ നോക്കിയാണ് വിക്കറ്റ്സ് ടേക്ക് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ഇന്നിംഗ്സ് നോക്കുന്ന സമയത്ത് ഹർഷിത്താണ് 3 വിക്കറ്റ്, ഫാസ്റ്റ് ബോളറാണ് 7 വിക്കറ്റ്, 9 വിക്കറ്റ്, 9 അപ്പോൾ മറ്റേത് 9 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സ്, 4 വിക്കറ്റ് സ്പിന്നേഴ്സുമാണ് ഇവിടെ ടോട്ടലി എടുത്തിട്ടുള്ളത്. റീസെന്റ് നടന്നൊരു പെർഫോമൻസ് വൈസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ സെക്കൻഡ് ബാറ്റിംഗ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. സെക്കൻഡ് ബാറ്റിംഗിൽ ടോപ്പ് ഓർഡർ ഒരാൾ നന്നായി കളിക്കാൻ ചാൻസ് ഉണ്ടോ? ടോപ്പ് ഓർഡർ ഒരാളെ നന്നായി കളിക്കാൻ ചാൻസ് ഉള്ള ഒരാളെ പെട്ടെന്ന് പോകുന്നുണ്ടോ? ഒരു പിച്ച് റിപ്പോർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇതൊരു ബാറ്റിംഗ് പിച്ചാണ്, ശരിക്കും ഒരു ബാറ്റിംഗ് പിച്ചാണ്. അതുപോലെ തന്നെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ബൗളിംഗ് ഫേസ് നോക്കുന്ന സമയത്ത് ന്യൂട്രൽ ആയിട്ട് ഫാസ്റ്റ് ബോളേഴ്സിനും സ്പിന്നേഴ്സിനും ഈക്വൽ അഡ്വാൻറ്റേജ് കൊടുക്കുന്ന ഒരു ഗ്രൗണ്ടാണ് ഈ ഒരു പിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ. ഇവിടെ ഏകദേശം കൂടുതലും പേസ് ബോളേഴ്സിനാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് ഉള്ളത്. റീസെന്റ് ആണ് പെർഫോമൻസ് വൈസ് എങ്ങനെയാണ് നമുക്ക് നോക്കാൻ പറ്റും. 9 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും 4 വിക്കറ്റ് സ്പിന്നർ. റീസെന്റ് ആണ് ഒരു പെർഫോമൻസിന്റെ സ്കോറാട്ടോ ഇത്. അതുപോലെ തന്നെ IPL T20 ഇവിടെ ആവറേജ് സ്കോർ ആയിട്ട് 200 റൺസാണ് നമ്മളിവിടെ കണക്കാക്കുന്നത്. സോ തീർച്ചയായിട്ടും അത്രയും റൺസ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഫസ്റ്റ് ഇന്നിംഗ്സ് ആവറേജ് സ്കോർ 210 റൺസും സെക്കൻഡ് ഇന്നിംഗ്സ് ആവറേജ് സ്കോർ 160 to 200 മാത്രമേ വരത്തുള്ളൂ. 210 എത്തത്തില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, സെക്കൻഡ് ഇന്നിംഗ്സ് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഇവിടെ ബാറ്റ് ചെയ്യാനായിട്ട്. സോ മാച്ചസ് വോൺ ബൈ ബാറ്റിംഗ് 80% ഫസ്റ്റ് ബാറ്റിംഗ് ചൂസ് ചെയ്ത ടീമാണ് ഇവിടെ വിൻ ചെയ്യാറുള്ളത്. അതാണ് ഈ ഒരു പിച്ചിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ഫസ്റ്റ് ബോളിംഗ് ചെയ്ത ടീം വെറും 20% ആണ് ഈ ഒരു ഗ്രൗണ്ടിൽ വിൻ ചെയ്തിട്ടുള്ളത്. സോ വെതർ റിപ്പോർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. റെയിൻ പോസിബിലിറ്റീസ് 4% ആണ്. ആവറേജ് പിച്ച് റിപ്പോർട്ടിനെ പറ്റി നോക്കുന്ന സമയത്ത് 164 റൺസ്, എന്തായാലും 164+ തീർച്ചയായിട്ടും ഉണ്ടാവും. അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളേഴ്സ് 514 വിക്കറ്റും സ്പിൻ ബോളേഴ്സ് 385 വിക്കറ്റുമാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ടോട്ടൽ ഓവറോൾ പിച്ച് റിപ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയുന്നത്. സോ അതുപോലെ തന്നെ നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ ഇവിടെ പറയുന്നത്. നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ കുറച്ച് ആ ഒരു ഇത് എത്രത്തോളം വർക്കൗട്ട് ആവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസെന്റ് കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയും അതുപോലെ തന്നെ ആ ഒരു മത്സരത്തിന്റെ സ്കോറും ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പം പറഞ്ഞ് എന്തെങ്കിലും ശരിയാവുന്നുണ്ടോ എന്ന്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം ഒരു 50% ഒരു 80% വരെ ഏകദേശം കറക്റ്റ് ആയിരിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. KKR ബാറ്റ് ഫസ്റ്റ് ആണെങ്കിൽ 45 to 70 റൺസ് വരെ പവർ പ്ലേയിൽ സ്കോർ പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ടോപ്പ് ഓർഡർ അത്യാവശ്യം നല്ല ബാറ്റ്സ്മാൻമാരാണ്. സോനി നേരെ പ്ലസ് ഫിലിപ്സ് ആർട്ടൊക്കെ ഇറങ്ങുമ്പോൾ നല്ല രീതിയിൽ റൺസ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പവർ പ്ലേ സ്കോറാണ് ഞാൻ പറഞ്ഞത്. ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ്സ് സ്കോർ 175 തൊട്ട് 225 റൺസ് വരെ വരാൻ ചാൻസ് ഉണ്ട്. ഏഡൻഗാർഡൻ എന്ന് പറഞ്ഞാൽ കൊൽക്കത്തയുടെ ഹോം ഗ്രൗണ്ട് ആയതുകൊണ്ട് അവർക്ക് ഒരു സ്പെഷ്യൽ അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും ഉണ്ടാവുന്നതായിരിക്കും. LKN ആണ് ഫസ്റ്റ് ബാറ്റിംഗ് എങ്കിൽ പവർ പ്ലേയിൽ ഒരു 40 to 60 റൺസ് വരെ വരാൻ ചാൻസ് ഉള്ളൂ. ആവറേജ് സ്കോർ 150 to 180 റൺസ് വരെ വരത്തുള്ളൂ. ഹെഡ് ടു ഹെഡ് റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് ഇതുവരെ കൊൽക്കത്ത വേഴ്സസ് LKN നമ്മുടെ ലക്നോ നോക്കുന്ന സമയത്ത് 3 മത്സരം ലക്നോ തന്നെ വിൻ ചെയ്തു. കൊൽക്കത്ത വിൻ ചെയ്തിട്ടില്ല.
അതുപോലെ തന്നെ റീസെന്റ് പെർഫോമൻസ് നോക്കുമ്പോൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കഴിഞ്ഞ 4 മത്സരം കളിച്ച് 3 എണ്ണവും വിന്നായിട്ട് ഒരെണ്ണമാണ് തോറ്റിട്ടുള്ളത്. അതേസമയം ലക്നോ നോക്കുന്ന സമയത്ത് റീസെന്റ് ആയിട്ട് കളിച്ച 4 മത്സരങ്ങളും വിന്നാണ് കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് പറഞ്ഞു തരാനുള്ള 2-3 കിഡിലെ ആപ്ലിക്കേഷനെ പറ്റിയാണ്. കിഡിലുമായിട്ട് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും തീർച്ചയായിട്ടും. ഈ ഒരു പോർഷൻ നിങ്ങൾ ജസ്റ്റ് ഒരുപാട് പേര് സ്കിപ്പ് ചെയ്യും, പക്ഷേ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി. ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ ഡ്രീമിലം പോലെ തന്നെ ഒരു ആപ്പാണ് കുബേര ഫാൻറ്റസി. ഇവിടെ ഒരുപാട് തരം വെറൈറ്റി കോൺടെസ്റ്റാണ്. നമ്മൾ ഡ്രീമിലിൽ 299 രൂപ കൊടുത്ത് ജോയിൻ ചെയ്യുന്നത്. ഇവിടെ വെറും 260 രൂപയ്ക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഏകദേശം ഒരു 39 രൂപയുടെ ഡിഫറൻസ് ആണ് ആ ഒരു ആപ്പും ഈ ഒരു ആപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇത് നിങ്ങൾക്ക് ഒരു വലിയ ഒരു ഇത് തന്നെയായിരിക്കും. അത് കൂടാതെ ഇവിടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻട്രി ഫീസ് കുറവാണ്, അതുപോലെ തന്നെ കോമ്പറ്റീഷനും കുറവാണ്. നമുക്ക് കിട്ടുന്ന ഓപ്പോണൻസ് അധികം ഈ ഡ്രീമിലെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അമ്മമാർ ഈ മറ്റേ പ്രൈമും തേങ്ങയൊക്കെ എടുത്തിട്ട് അമ്മമാർ 10-40 ടീം ഇട്ടിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അമ്മമാർ കൂടുതലും വിന്നാൻ പോസിബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഇതിൽ അത്രയ്ക്ക് പ്രശ്നമില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇവിടെ ഡ്യുവോ എന്ന് പറഞ്ഞ ഓപ്ഷൻ 5 പ്ലേയേഴ്സ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ആരാണോ അവരെ പിക്ക് ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ ശിഖർ ധവാനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കുക വെച്ചാൽ നമ്മൾ ശിഖർ ധവാനെ പിക്ക് ചെയ്തു. നമ്മുടെ ഓപ്പോസിറ്റ് സാംകറൻ വന്നു, സാംകറിനെയാണ് അയാളെ പിക്ക് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ പിക്ക് ചെയ്ത ശിഖർ ധവാനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്തത് വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് വിന്നാൻ സാധിക്കുക. അങ്ങനെ ഒരു കിടിലൻ ഓപ്ഷനാണ് ഈ ഒരു ഡ്യുവോ എന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാത്തതിന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വിഷൻ 11 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു കിടിലൻ ട്രൈമാണ്. കാരണം നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്തതിന് 300 രൂപ ക്യാഷ് ബോണസ് കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് കുറച്ച് പൈസ ആഡ് ചെയ്ത് തന്നെ സൂപ്പറായി കളിക്കുക. അതുപോലെ തന്നെ ഇവിടെ 49-29 രൂപ എന്ന് പറഞ്ഞ GL ഒക്കെ ഉണ്ട്. മെഗാ GL ആണ്, അത്യാവശ്യം നല്ല രീതിക്ക് വിന്നാവാൻ പറ്റുന്ന മെഗാ GL ആണ്. ജസ്റ്റ് ഒന്ന് ഡ്രീമിലോ മാറ്റിയിട്ട് ഒരു ദിവസം ഇതിട്ട് നോക്കൂ, കാരണം നല്ലൊരു റാങ്ക് വരും. നിങ്ങൾക്കിപ്പോൾ ഈ പറയുന്ന പോലെ ഡ്രീമിലോയിൽ ഈ 1000 റാങ്കോ അല്ലെങ്കിൽ 1000-ന് താഴെ വന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റാണ്, 7 ലാഖാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ 4000-5000 കിട്ടത്തുള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ 7 ലാഖും 2 ലാഖൊക്കെ വെറുതെ കളയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കാരണം ഒരുപാട് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നത് ഈ 299 രൂപയൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് വിന്നാവുക. ഒന്ന് ട്രൈ ചെയ്യുക, കാരണം ഭയങ്കര വെറുത്തായിട്ടുള്ള കോൺടെസ്റ്റ് ആണ് അതൊക്കെ. അതുപോലെ തന്നെ 7 രൂപയുടെ മിനി GL ഉണ്ട്. നിങ്ങൾക്ക് 30 ടീമൊക്കെ ഇട്ടിട്ട് മിനി GL ഇറക്കാം. കിട്ടി പോയാൽ പോയി. അപ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി കോൺടെസ്റ്റ് ഉണ്ട്. ഡെയിലി 50,000 രൂപയ്ക്ക് ഗീവ് അവേ ഇവന്മാർ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ ചോയ്സിലും ഇതുവരെ ട്രൈ ചെയ്യുക, ഇതും ട്രൈ ചെയ്യുക. കാരണം ഡെയിലി ഓരോ സ്മാർട്ട് ഫോൺ, സ്മാർട്ട് വാച്ച്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഗീവ് അവേ കൊടുക്കുന്ന ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി കോൺടെസ്റ്റുകളുണ്ട്. നമ്മൾ ഡ്രീമിലോയിലുള്ള പോലെ, കുബേര ഫാൻസി ഉള്ള പോലെ തന്നെ കോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ഉണ്ട്. 5 പ്ലേയേഴ്സിന് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള അവരെ പിക്ക് ആ ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അതുപോലെ സ്പോർട്ടസി ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. 1 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഏക ആപ്ലിക്കേഷനാണ്. 1 രൂപയ്ക്ക് കോൺടെസ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. ഈ ലിങ്കിൻ്റെ ഈ കളിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കയറി ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. ഇനി പറയാൻ പോകുന്നത് പ്രോബബിലി പ്ലേയിങ് 11 ആയിട്ടുള്ള 11 പ്ലേയേഴ്സിനെ പറ്റിയാണ്. നമ്മുടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫിലിപ്പ് സാൾട്ട്, സുനിൽ നാരായൺ, അതുപോലെ തന്നെ രഘുവൻഷി, വെങ്കിടേഷ് അയ്യർ, അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ, റിങ്കു സിംഗ്, അതുപോലെ ആൻഡ്രേ റസൽ, റംദീപ് സിംഗ്, മിച്ചൽ സ്റ്റാർക്ക്, വൈഭവ് ആര, അതുപോലെ തന്നെ അരുൺ ചക്രവർത്തി. ഇത്രയും പേരാണുള്ളത്. ഇതിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് അങ്കുൽ റോയ് ആണ് വരാൻ ചാൻസ് വെങ്കിടേഷ് അയ്യറിന്റെ സ്ഥാനത്തോട്ട്. ലക്നോ സൂപ്പർ ഗെയിനേഴ്സിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ KL രാഹുൽ, ഡി കുക്ക്, ഡേവിഡ് പടിക്കൽ, മാർക്കസ് ടോണിസ്, നിക്കോളസ് പൂറൻ, ആയുഷ് ബദോനി, കൃണോൾ പാണ്ഡ്യ, രവി ബിഷ്ണു, യാഷ് താക്കൂർ, അതുകൂടാതെ നവീൻ, മണിമാരൻ, സിദ്ധാർത്ഥ്. ഇത്രയും പേരാണ് നമ്മുടെ ലക്നോയിൽ പ്ലേയിങ് 11 ആയിട്ടുള്ളത്. ഇതിൽ നമ്മുടെ യുദ്വീർ സിംഗ് ചരക് വരാൻ ചാൻസ് ഉണ്ട് ആയുഷ് ബദോനിയുടെ സ്ഥാനത്തിലോട്ട്. റീസെൻ്റ് ആയുഷ് ബദോനി നല്ലൊരു പെർഫോമൻസ് ആണ് റീസെൻറ്റ് മത്സരം കാഴ്ചവെച്ചത്. കീ പ്ലേയേഴ്സായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സുനിൽ നാരായൺ, ആൻഡ്രേ റസൽ, നിക്കോളസ് പൂറൻ, യാഷ് താക്കൂർ, ഇവരൊക്കെയാണ് കേട്ടോ മസ്റ്റായിട്ട് നിങ്ങൾ കീ പ്ലേയേഴ്സായിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും 2 പേരെ പിക്ക് ചെയ്യാൻ ആർക്ക് ചോദിച്ചാൽ സുനിൽ നാരായൺ, നിക്കോളസ് പൂറൻ ഒരു മസ്റ്റ് പിക്കാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ പ്ലേയേഴ്സിൻ്റെ ആവറേജ് റൺസ് ഇതുവരെ ഡ്രീം ടീമിന് എത്ര പോയിന്റ്സ് വരെ നേടി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ ഫിലിപ്പ് സാൾട്ട് ആണെങ്കിൽ 4 മത്സരം കളിച്ചിട്ട് 102 റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡ്രീം ടീമിന് 181 പോയിന്റ്സ് നേടി കൊടുത്തിട്ടുണ്ട്. പോയിന്റ്സ് എടുത്ത് പറയുന്നില്ല, ഞാൻ റൺസ് മാത്രമേ പറയുന്നുള്ളൂ. സുനിൽ നാരായണനെ പറ്റി നോക്കിയാൽ 4 മത്സരം കളിച്ച് 161 റൺസ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. 4 വിക്കറ്റ്സും അദ്ദേഹം എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ 4 മത്സരം കളിച്ച് 65 റൺസ് എടുത്തിട്ടുണ്ട്.
വെങ്കടേഷ് അയ്യർ 4 മത്സരം കളിച്ച് 65 റൺസ് എടുത്തിട്ടുണ്ട്. ശ്രേയസ് അയ്യർ 4 മത്സരം കളിച്ച് 91 റൺസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രഘുവാശി 2 മത്സരം കളിച്ച് 78 റൺസ് ആട്ടോ എടുത്തത്. അതുപോലെ തന്നെ റിങ്കു സിംഗ് 4 മത്സരം കളിച്ച് 63 റൺസ് എടുത്തിട്ടുണ്ട്. ആൻഡ്രെ റസൽ 4 മത്സരം കളിച്ച് 115 റൺസും 5 വിക്കറ്റും എടുത്തിട്ടുണ്ട്. റംദീപ് സിംഗ് 4 മത്സരം കളിച്ച് 50 റൺസ് മാത്രം എടുത്തുള്ളത്. അതുപോലെ തന്നെ മിച്ചൽ സ്റ്റാർക്ക് 4 മത്സരം കളിച്ച് 7 റൺസും 2 വിക്കറ്റ്സുമാണ് അദ്ദേഹം എടുത്തുള്ളത്. വൈഭവ് വാര 2 മത്സരം കളിച്ച് 1 റൺസും 5 വിക്കറ്റുമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. വരുൺ ചക്രവർത്തി 4 മത്സരം കളിച്ച് 4 വിക്കറ്റാണ് നേടിയിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മുടെ ലക്നോ സൂപ്പർ ഗെയിനേഴ്സിലോട്ട് നോക്കിയാൽ റീസെന്റ് പെർഫോമൻസ് ആട്ടോ ഞാൻ പറയുന്നത്. ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ആരാ നല്ല പെർഫോമൻസ്, ആരാ ഏറ്റവും കൂടുതൽ ഡ്രീം ടീമിൽ പോയിന്റ്സ് നേടിക്കൊടുത്തുള്ളത്, ഇതൊക്കെ നോക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ എടുത്ത് പറയുന്നത്. ലക്നോ നോക്കിയാൽ നമ്മൾ ഡീകോക്ക് 5 മത്സരം കളിച്ച് 145 റൺസും KL രാഹുൽ 5 മത്സരം കളിച്ച് 126 റൺസുമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ദേവൂഡ് പടിക്കൽ 5 മത്സരം കളിച്ച് 22 റൺസാണ് നേടിയിട്ടുള്ളത്. മാർക്കസ് സ്റ്റോണിക്സ് 5 മത്സരം കളിച്ച് 104 റൺസ് 1 വിക്കറ്റും അദ്ദേഹം നേടിയിട്ടുണ്ട്. നിക്കോളസ് പൂറൻ 5 മത്സരം കളിച്ച് 178 റൺസ് 326 ഡ്രീം ടീം പോയിന്റ് നേടിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ആയുഷ് ബദോനി 4 മത്സരം കളിച്ച് 29 റൺസും 60 ഡ്രീം ടീം പോയിന്റ് നേടിയിട്ടുണ്ട്. കൃണാൽ പാണ്ഡെ 4 മത്സരം കളിച്ച് 48 റൺസും 3 വിക്കറ്റ്സ് നേടിയിട്ടുണ്ട്. ഇത് റീസൺ, അതായത് കഴിഞ്ഞ ലാസ്റ്റ് നടന്ന മത്സരത്തിൻ്റെ റെക്കോർഡ്സ് ഇതിലില്ല, കാരണം ഞാൻ കുറച്ച് മുന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ്. രവി ബിഷ്ണോയ് 5 മത്സരം കളിച്ച് 6 വിക്കറ്റ്സ് നേടിയിട്ടുണ്ട്. യാഷ് താക്കൂർ 5 മത്സരം കളിച്ച് 7 വിക്കറ്റാണ് നേടിയിട്ടുള്ളത്. നവീൻ 5 മത്സരം കളിച്ച് 6 വിക്കറ്റ്സ് നേടിയിട്ടുണ്ട്. മായങ്ക് യാദവ് 7 വിക്കറ്റ്സ് നേടിയിട്ടുണ്ട്. ഐ തിങ്ക് ഇല്ലെന്ന് തോന്നുന്നു, റെക്കോർഡ്സ് ഇല്ലെന്ന് തോന്നുന്നു. ഒരു ദിവസം മുന്നത്തെ. അതുപോലെ തന്നെ KKR വേഴ്സസ് LK നോക്കിയാൽ മോസ്റ്റ് റൺസ് നോക്കിയാൽ നമ്മളെ സുനിൽ നാരായൺ 161 റൺസും റസൽ 115 റൺസും ഫിലിപ്പ് സാൽ 102 റൺസുമാണ്. ലക്നോയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയിട്ടുള്ളത് നിക്കോളസ് പൂറൻ 200 റൺസ്, ഡീകോക്ക് 107 റൺസ്, KL രാഹുൽ 155 റൺസ്. അതുപോലെ തന്നെ മോസ്റ്റ് വിക്കറ്റ് ടേക്കിംഗ് നോക്കിയാൽ വൈഭവ് വാര 5 വിക്കറ്റ്, ഹർഷക് റാണ 5 വിക്കറ്റ്, ആൻഡ്രെ റസൽ 5 വിക്കറ്റ്. ലക്നോയിലാണെങ്കിൽ യാഷ് താക്കൂർ 7 വിക്കറ്റ്, മായങ്ക് യാദവ് 7 വിക്കറ്റ്, നവീൻ 6 വിക്കറ്റ്. KKR മോസസ് LK തമ്മിലുള്ള മോസ്റ്റ് ഫാൻറ്റസി പോയിന്റ്സ് എടുക്കാൻ ചാൻസ് ഉള്ള ആളും ഫാൻറ്റസി പോയിന്റ് ഉള്ള ആൾക്കാരും കേട്ടോ. അത് സുനിൽ നാരായൺ, ആൻഡ്രെ റസൽ, ഫിലിപ്പ് സാൾ 3 പേർക്ക് നല്ല ഫാൻറ്റസി പോയിന്റ്സ് അധികമാണ്. സോ അതുപോലെ തന്നെ നമ്മുടെ ലക്നോയിൽ നിക്കോളസ് പൂറൻ, KL രാഹുൽ, ഡീകോക്ക് ഇവർക്കാണ് കൂടുതൽ പോയിന്റ്സ് ഉള്ളത്. കീ പ്ലേയേഴ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ശിഖർ ധവാൻ, സാം കറൻ, സിക്കന്ദർ റാസ ഇവരാണ് നമ്മളെ കൊൽക്കത്തയിൽ. സോറി ഗൈസ്, അതൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് പഞ്ചാബിൻ്റെ ആയിപ്പോയി, അത് എൻ്റെ മിസ്റ്റേക്കാണ്. കീ പ്ലെയേഴ്സായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സുനിൽ നാരായൺ, ആൻഡ്രെ റസൽ, ഫിലിപ്പ് സാൾട്ട് ഇവർ 3 പേരാണ്. അത് നോക്കേണ്ട, തെറ്റാണ്, ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നിക്കോളസ് അതുപോലെ തന്നെ ലക്നോയിൽ കീ പ്ലെയേഴ്സായിട്ട് പറയാൻ ഡീകോക്ക്, നിക്കോളസ് പൂറൻ, KL രാഹുലൊക്കെയാണ്. ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ കൊടുക്കുകയാണെങ്കിൽ പിന്നെയും തെറ്റുണ്ട്, സോറി ക്ഷമിക്കണം. റസൽ, അതുപോലെ നമ്മുടെ സുനിൽ നാരായൺ, ഫിലിപ്പ് സാൾ ഇവരെയാണ് ക്യാപ്റ്റൻ വൈസിക്ക് ഞാൻ പറഞ്ഞത്. അതിൽ നമ്മൾ ശിഖർ ധവാൻ, റാസ എന്നൊക്കെ ഇതിൻ്റെ മിസ്റ്റേക്കാണ്, ക്ഷമിക്കണം. ലക്നോയിലാണെങ്കിൽ നമ്മൾ ഡീകോക്ക്, അതുപോലെ തന്നെ ദേവൂഡ് പടിക്കൽ, KL രാഹുൽ ഇവരെയൊക്കെ നിങ്ങൾക്ക് ക്യാപ്റ്റൻ വൈസി ആയിട്ട് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ടിപ്സ് പറയുകയാണെങ്കിൽ ഏഡൻ ഗാർഡൻസ് കൊൽക്കത്തയുടെ ഗ്രൗണ്ടായതുകൊണ്ട് അവർക്ക് മോർ ചാൻസസ് ആണ് വിൻ ചെയ്യാൻ. അതുപോലെ തന്നെ 6 പ്ലെയേഴ്സ് കൊൽക്കത്തയും 5 പ്ലെയേഴ്സ് ലക്നോ, ഈ ഒരു 6:5 ഈ ഒരു റേഷ്യോയിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നല്ലൊരു ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടുതൽ പ്ലെയേഴ്സ് കൊൽക്കത്തയിൽ നിന്നും ഒരു 5 പ്ലെയേഴ്സ് ലക്നോയിൽ നിന്നും എടുക്കാനാണ്. ഡ്രോപ്പ് ഡീകോക്ക് ആൻഡ് പിക്ക് ഫിലിപ്പ് സാൾട്ട് ആൻഡ് നിക്കോളസ് പൂറൻ LK വേഴ്സസ്. ഓക്കെ, ഇന്നത്തെ മത്സരത്തിൽ നമ്മുടെ ഡീകോക്കിനെ ഒഴിവാക്കിയിട്ട് ഫിലിപ്പ് സാൾട്ടിനെ നിക്കോളസ് പൂറനെയും ക്രിയേറ്റ് ചെയ്യാൻ ഒരു സ്പെഷ്യൽ ടിപ്പാണ്. ബട്ട് ഇത് വർക്കൗട്ട് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി വർക്കൗട്ട് ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ ആസ് എ ക്യാപ്റ്റൻ, ആൻഡ്രെ റസൽ ആസ് എ വൈസ് ക്യാപ്റ്റൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ നല്ലൊരു ടീം ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ജസ്റ്റ് റിസ്കിയാണ്. ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻ, വൈസ് ക്യാപ്റ്റൻ ആൻഡ്രെ റസൽ. ഓക്കെ, നമുക്ക് എന്തായാലും ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ജസ്റ്റ് ഡ്രീമിലെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. മാച്ച് നെറ്റ് കുറച്ച് ലാഗാണ് ഗൈസ്, വൈഫൈ അതിലേറെ ലാഗാണ് ഗൈസ്. നമ്മുടെ മാച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വേഴ്സസ് ലക്നോ സൂപ്പർ ഗെയിനേഴ്സ്. ഗെയിൻസ് അല്ലേ? ജെയിൻസ് എന്തോ ആണ്. KL രാഹുൽ തീർച്ചയായിട്ടും പിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പിക്ക് ചെയ്തത് യാഷ് താക്കൂർ, മിച്ചൽ സ്റ്റാർക്ക് വേണമെന്ന് ചോദിച്ചാൽ വേണ്ട. ചെണ്ടാന്ന് പറഞ്ഞാലും പോരാ. സത്യമാണ്, ഇവനൊക്കെ മറ്റേ ഓസ്ട്രേലിയ ടീമിൽ കളിക്കുമ്പോൾ ഇമ്മാതിരി ഏറെ അറിയുന്നു. ഇവിടെ എന്തോ കളിക്കുന്നത് അത് പറയണമെന്നുണ്ട്, പറയാൻ പാടുമെന്ന് അറിയത്തില്ല. യാഷ് താക്കൂർ, അതുപോലെ തന്നെ സുനിൽ നാരായൺ, റസൽ, മാർക്കസ് സ്റ്റോണിസ് തീർച്ചയായിട്ടും മാർക്കസ് സ്റ്റോണിസ് എടുക്കാം. അതുപോലെ തന്നെ ശ്രേയസ് അയ്യറിനെ പിക്ക് ചെയ്യാം. ഈ ഒരു രഘുവംശി കഴിഞ്ഞൊരു മത്സരം നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അതിന് മുന്നത്തെ മത്സരമായിരുന്നു, കഴിഞ്ഞ മത്സരമല്ല.
ദെൻ ഡീകോക്ക് വേണ്ട, നിക്കോളസ് പൂറം, ഫിലിപ്സ്. ഡീകോക്കിനെ ഒരു റിസ്കി പിക്കായിട്ട് നിങ്ങൾക്ക് വേണേൽ ചൂസ് ചെയ്യാൻ. ഞാൻ പിക്ക് ചെയ്യുന്നില്ല, അത് കാരണം നിങ്ങളെ പിക്ക് ചെയ്യാതിരിക്കരുതെന്ന് ഞാൻ പറയത്തില്ല. അത് നിങ്ങളുടെ ഓപ്ഷനാണ്. ഓക്കെ, വൈഭവ് അതുപോലെ തന്നെ വിഷ്ണു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു ലാസ്റ്റ് മത്സരം കാഴ്ചവെച്ചത്. സോ അദ്ദേഹത്തെ നമുക്ക് ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ബട്ട് ഇതൊരു ബാറ്റിംഗ് ഓറിയൻറ്റഡ് പിച്ച് ആയതുകൊണ്ട് എനിക്ക് ഇത്രയും ബോളേഴ്സ് വേണമെന്ന് തോന്നുന്നില്ല. ഇത്രയും ബോളേഴ്സ് വേണ്ട. ഓക്കെ, നമുക്ക് എന്തായാലും മിഡിൽ ഓർഡർ കൃണാൽ പാണ്ഡ്യ കയറ്റിവിടാം. ബാറ്റിംഗ് പ്ലസ് ബൗളിംഗ് എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ആയി. ഓക്കെ ഓക്കെ, നമ്മുടെ ടീം കുറച്ച് സ്ട്രോങ് കൂടുതലാണ്. ഏതാ നമ്മുടെ LK. അപ്പോൾ കുറച്ച് ഒരാളെ മാറ്റാം. അതെ, നവീൻ. ഓക്കെ, വേണ്ട മാറ്റി ശരിയാവില്ല, വേറെ ആരുമില്ല പിക്ക് ചെയ്യാൻ. ഓക്കെ, ക്യാപ്റ്റൻ VC നോക്കി കഴിഞ്ഞാൽ സുനിൽ നാരായൺ. എല്ലാവരും കൊടുക്കുന്നത് സുനിൽ നാരായണാണ്. കഴിഞ്ഞ മത്സരങ്ങളൊക്കെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആയിരുന്നു. നമുക്ക് എന്തായാലും ഒരു വൈസ് ക്യാപ്റ്റൻ ഇട്ട് കൊടുക്കാം, പാവമല്ലേ. അതുപോലെ തന്നെ ക്യാപ്റ്റൻസി ഞാൻ റസലിനെയാണ് കൊടുക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ശ്രേയസ് അയ്യറിനെ ട്രൈ ചെയ്യാം. ബട്ട് അദ്ദേഹം നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. നല്ല റെക്കോർഡ്സുള്ളൊരു പ്ലെയറാണ് ഈ ഒരു ഗ്രൗണ്ടിൽ. ടീം നോക്കാം: KL രാഹുൽ, നിക്കോളസ് പൂറൻ, ഫിലിപ്സ് ആൾ, ശ്രേയസ് അയ്യർ, സുനിൽ നാരായൺ, ആൻഡ്രെ റസൽ, മാർക്കസ് സ്റ്റോണിസ്, കൃണാൽ പാണ്ഡ്യ, യാഷ് താക്കൂർ, നവീൻ, വൈഭവ് വാര. അത്രയും പേരാണ് നമ്മുടെ ടീമിൽ. ഡീകോക്കിനെ നമ്മൾ വേണം പറഞ്ഞ് ഒഴിവാക്കിയാണ്. അദ്ദേഹം കളിക്കാനുള്ള പോസിബിലിറ്റീസ് കുറവായിട്ട് എനിക്ക് തോന്നി, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് ബൗളേഴ്സ് ആയിട്ടുള്ള റെക്കോർഡ്സ് ഒന്നും അധികം സ്ട്രോങ് അല്ല, അതുകൊണ്ട് മാത്രമാണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് ഗുഡ് ബൈ. അപ്പോൾ ഇന്നത്തെ മുംബൈ വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് തമ്മിലുള്ള മത്സരത്തിൻ്റെ ഓൾറെഡി വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത് കാണാത്തവരെ തീർച്ചയായും